പയ്യനാട് എത്തി. സൂപ്പർ ലീഗ് കേരളയിലെ കണ്ണൂർ വാരിയേഴ്സിന് മലപ്പുറത്തിനെതിരെയുള്ള ആദ്യ മത്സരത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. മലപ്പുറം FC-യുടെ ഹോം സ്റ്റേഡിയം ആണ്. സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യമായിട്ടാണ് സെക്കൻഡ് സീസണിൽ നമ്മളെ മാച്ച് വരാൻ പോകുന്നത്. 2013 ബിൽഡ് ചെയ്ത ഈ സ്റ്റേഡിയത്തിലെ ഫെഡറേഷൻ കപ്പ് മുതൽ 2022 സന്തോഷ് ട്രോഫി ഫൈനൽ വരെ നടന്നിട്ടുള്ള ഒരു ബിഗ് സ്റ്റേഡിയം ആണ്. ആൻഡ് ഓൾസോ മലപ്പുറത്തിന് ഫുട്ബോൾ ഈസ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ഇറ്റ് ഈസ് എ റിലീജിയൻ. അപ്പൊ ഇന്നത്തെ മാച്ച് നമുക്ക് കണ്ടു നോക്കാം. രണ്ട് ടീമും പയ്യനാടിൽ നിന്ന് വന്നിട്ടുള്ളത് ലീഗിൽ അവരുടെ ഫസ്റ്റ് മാച്ച് ജയിച്ച് അൺബീറ്റൻ ആയിട്ടാണ്. കണ്ണൂരിന് ഈ മാച്ച് ഭയങ്കര എക്സ്ട്രാ സ്പെഷ്യൽ ആണ്. കാരണം ലാസ്റ്റ് സീസണിൽ 2 പ്രാവശ്യം മലപ്പുറം കണ്ണൂർ വാരിയേഴ്സും ഏറ്റുമുട്ടിയപ്പോൾ കണ്ണൂരാണ് ജയിച്ചത്. ആൻഡ് ഇന്ന് ഇവിടെ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാട്രിക് വിന്ന് കൂടെയാണ്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കി കാണാം. സോ വെൽക്കം ടു പയ്യനാട് ഫോർ അവർ മാച്ച്. കണ്ട് നമ്മൾ അതേപോലെ തന്നെ സ്റ്റേഡിയത്തിന്റെ ആംബിയൻസ് കണ്ട് പയ്യനാടാണ് കളി നടക്കുന്നത്. പക്ഷേ നമ്മളെ കണ്ണൂരിന്റെ സ്റ്റാൻഡ് കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ മാച്ച് ഹോം മാച്ച് അല്ല, എവേ മാച്ച് ആണ്. പയ്യനാട് വെച്ചാണ് മാച്ച് നടക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ണൂരിൽ നിന്ന് ഓൾ ദി വേ ഫ്രം കണ്ണൂർ ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ട്രാവൽ ചെയ്തത്? നിങ്ങൾ മാച്ച് കാണാൻ വേണ്ടി മാത്രം വന്നതാണ് കണ്ണൂരിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഇത്രയും പേര്? കണ്ണൂരിന് സപ്പോർട്ട് ചെയ്യാൻ കണ്ണൂർ വാരിയേഴ്സ് പയ്യനാട് വെച്ച് നടക്കുന്ന ഇന്നത്തെ മാച്ച് ഹാഫ് ടൈം ആയിരിക്കുകയാണ്. 0-0 ഡ്രോയിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് സീസൺ സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം FC കണ്ണൂർ വാരിയേഴ്സ് ഏറ്റുമുട്ടിയപ്പോൾ വെറും 2 തവണ ഏറ്റുമുട്ടിയപ്പോൾ 10 ഗോളുകളാണ് വന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ഒരു മാച്ചിൽ ഹാഫ് ടൈം ആയിട്ട് പോലും ഇതുവരെ ഒരു ഗോളും വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പ്രഡിക്ഷൻ എന്താണ്? എന്തായിരിക്കും അതിനുള്ള കാരണം? രണ്ടുപേരും നല്ല അറ്റാക്കിംഗ് മോഡിലാണ് കളിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ 0-0 പക്ഷേ അടുത്ത ഒരു 2 ഗോള് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 2 പേര് ലാവ് സാമ്പിന്റെ ജേഴ്സി പിടിച്ച് നിൽക്കുന്നുണ്ട്. മാച്ച് കഴിഞ്ഞിട്ട് ലാവ് സാമ്പ് വന്ന് കൊണ്ടു തന്നാണോ നിങ്ങൾക്ക് ജേഴ്സി? അതെ അല്ലേ? അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ മാച്ചിനെ പറ്റി എന്താ തോന്നുന്നത്? ഡിഫൻസീവ് നന്നായിട്ട് പിടിച്ചു നിന്നു. പക്ഷെ നമുക്ക് കുറേ ചാൻസ് കിട്ടി. പക്ഷെ അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ തന്നെ ഇപ്പോൾ ടോപ്പിലുള്ള ക്ലീൻ ഷീറ്റോട് കൂടി തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത എന്തായാലും എടുക്കും. ഫുൾ ടൈം കഴിഞ്ഞു. 0-0 ഡ്രോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ കളിച്ചപ്പോൾ കുറേ ഗോളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഒരു ഗോളും അടിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ തോറ്റിട്ടില്ല. നമ്മൾ ഡ്രോ ആയിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ നിങ്ങളൊരു അനാലിസിസിൽ എങ്ങനെയാണ് മാച്ച് ഉണ്ടായത്? ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ഇന്നത്തെ ഒരു മാച്ച്? 2 ടീമും നന്നായി കളിച്ചു. ഞാൻ പ്രതീക്ഷിക്കാതിരുന്നതാണ് മലപ്പുറത്തിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ തോൽപ്പിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ 2 ടീമും നന്നായിട്ട് തന്നെ കളിച്ചായിരുന്നു. 2 ടീമും പൊസിഷൻ വെച്ച് കളിച്ചായിരുന്നു. എന്തോ ഭാഗ്യവശാൽ നമുക്ക് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. 2-3 ഓപ്പൺ ചാൻസസ് നമുക്ക് കിട്ടി. പക്ഷേ അതും നമുക്ക് ഗോളിലോട്ടേക്ക് നമ്മുടെ പ്ലേയേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിക്കോളാസ് ഡെൽമോണ്ടിന്റെ പെർഫോമൻസ് ആണ്. നല്ല പെർഫോമൻസ് ആയിട്ട് ഡിഫൻസീവ് ലൈനെ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്. 0-0 അറ്റ് പയ്യനാട് സ്റ്റേഡിയം മലപ്പുറം FC vs കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗിലെ നമ്മുടെ മാച്ച് ഡേ 2 ആദ്യ മാച്ച് അഗൈൻസ്റ്റ് മലപ്പുറം അവേ സ്റ്റേഡിയത്തിൽ നടന്നിട്ട് വി ഹാവ് സെക്യൂർഡ് എ ഡ്രോ. ലാസ്റ്റ് 2 times we faced മലപ്പുറം FC, we had won amazingly and next match is going to be in our home stadium കണ്ണൂർ. 2 ടീമും ഭയങ്കര നന്നായിട്ട് ഡിഫൻസീവ് ലൈൻ കൺട്രോൾ ചെയ്തു. ആൻഡ് ഓൾസോ വളരെ ചെറിയ മാർജിനിലാണ് നമുക്ക് ഗോൾസ് മിസ്സായിട്ടുള്ളത്. അത് മാത്രമല്ല എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ഓൾ ദ വേ ഫ്രം കണ്ണൂർ മലപ്പുറം മാച്ചിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫാൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. and they did an amazing job as well. And that's all with today's match vlog and see you again next time.